ബഹുമാനപ്പെട്ട ശ്രീമതി ഉമാ തോമസ്, അങ്ങേക്ക് 7 മിനിറ്റ് എടുക്കും. സർ, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ വാഹന നികുതികൾ, മത്സ്യബന്ധനം, ഗതാഗതം തുടങ്ങിയ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുകയാണ്. സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ നിലവിലെ സ്ഥിതി വളരെ ദയനീയമാണ് സർ. KSRTC ജീവനക്കാരുടെ ജീവിതം ദിനംപ്രതി ദുഃഖത്തിലേക്ക് നീളുകയാണ് സർ. ഇവർക്ക് കൃത്യമായി ശമ്പളം പോലും കിട്ടുന്നില്ല. സാമ്പത്തിക പരാധീനതയും ജോലി സമ്മർദ്ദവും മൂലം ഇവരൊക്കെ മാനസിക സമ്മർദ്ദത്തിലാണ് സർ. KSRTയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നൽകിയിട്ടില്ല സർ. പലരും പ്രായാധിക്യം കൊണ്ടും രോഗം മൂലവും കിടപ്പിലാണ്. ഈ പെൻഷൻ തുക മാത്രമാണ് സർ ഇവർക്കൊക്കെയുള്ള ഏക ആശ്രയം. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ഇവരൊക്കെ വലയുകയാണ് സർ. ജീവിതകാലം മുഴുവൻ വളയം പിടിച്ചും ടിക്കറ്റ് കൊടുത്തും നല്ല പ്രായം മുഴുവൻ KSRTCക്കായി ജീവിതം ഹോമിച്ചവർക്ക് പെൻഷൻ പ്രായത്തിലെ ശിഷ്ടകാലം ഇതാണോ സാർ നമ്മൾ കൊടുക്കേണ്ടത്? ഇവരുടെയൊക്കെ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ അടിയന്തരമായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കി വിതരണം ചെയ്യാൻ നടപടി ഉണ്ടാകണം സാർ. ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണം എന്നത് നിലവിൽ ഒരു മരീചിക ആണെന്നിരിക്കെ നിലവിലുള്ള പെൻഷനും ആനുകൂല്യങ്ങളുമെങ്കിലും കൃത്യസമയം കൊടുക്കുവാനുള്ള നടപടി ഉണ്ടാകണം സർ. നാളിതുവരെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് KSRTC വാഹനങ്ങൾ സ്പെയർ പാർട്സ് ഇല്ലാത്തത് കൊണ്ടും മെയിൻ്റനൻസ് യഥാസമയം നടക്കാത്തത് മൂലം കട്ടപ്പുറത്താണെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ തന്നെ വാഹനങ്ങൾ ഭൂരിഭാഗവും കട്ടപ്പുറത്തായിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ 69 ഓഫീസുകളിലെ വാഹനങ്ങൾ കട്ടപ്പുറത്താണ് സർ. 15 വർഷം മുമ്പ് 42 വാഹനങ്ങൾ വാങ്ങിയത് കാലാവധി കഴിഞ്ഞതോടെ ഓട്ടം നിലച്ചു. മറ്റു ചിലവ 10 മുതൽ 20 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ റോഡിൽ ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുകൊണ്ട് റോഡിലെ പരിശോധനകൾ നടക്കുന്നതേ ഇല്ല എന്നതാണ് സത്യം. ഇതുമൂലം റോഡ് നിയമങ്ങൾ ലംഘിച്ച് നടത്തുന്നവരൊക്കെ വാഹനയോട്ടം മൂലം ദിനം പ്രതി അപകടങ്ങൾ ഉണ്ടാവുകയും പലരുടെയും മരണത്തിന് കാരണമാക്കുകയും ചെയ്യുന്നുണ്ട് സർ. മറ്റൊന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രതിസന്ധി. ഓരോ ഭരണാധികാരികൾ വരുമ്പോഴും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റാനുള്ള സമയമെങ്കിലും നൽകേണ്ടതല്ലേ? പാവങ്ങളാണ് സാർ ഇവരൊക്കെ. പല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ലോൺ എടുത്ത് ലീസിന് ലാൻഡ് എടുത്തുമൊക്കെയാണ് സാർ ഈ തൊഴിൽ ചെയ്യുന്നത്. പുതിയ നിയമം മൂലം പല ജീവനക്കാർക്കും ജോലിയില്ലാതായി. ഭരണപക്ഷത്തിൻ്റെ കീഴിലുള്ള യൂണിയൻ പോലും ഇതിനെതിരെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സാർ. KSRTC ബസ് ആരെങ്കിലും വഴിയിൽ തടഞ്ഞാൽ അവർക്കെതിരെ നടപടിയും ഫൈനും അടയ്ക്കേണ്ടതായും വരുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഈ നടപടി മുൻകാല പ്രാബല്യത്തോടെ അടുത്ത കാലത്തുണ്ടായ കേസിൽ ഉൾപ്പെടെ നടപ്പാക്കാൻ മുഖം നോക്കാതെ നടപടിയെടുക്കുവാൻ കഴിയുമോ സർ? അതോ വേണ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ പരോൾ അനുവദിക്കുന്നതിന് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇവിടെയും നടപ്പാകുമോ സർ? വാഹനത്തിൻ്റെ RC ബുക്ക്, ലൈസൻസ് എന്നിവ പ്രിന്റ് ചെയ്യുന്നത് സ്വകാര്യവൽക്കരിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർ. കാസർഗോഡുള്ള ഒരു വ്യക്തിയുടെ RC ബുക്ക്, ലൈസൻസ് എന്നിവ എറണാകുളത്ത് നിന്നും പ്രിന്റ് ചെയ്ത് അയക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം സ്ഥലത്തില്ലാത്തത് കൊണ്ട് അത് കൈപ്പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും എറണാകുളത്ത് വന്ന് അപേക്ഷ കൊടുത്ത് വാങ്ങിക്കേണ്ട സ്ഥിതിയാണ് സർ. ഇത് അതാത് പ്രദേശത്തുള്ള RTO ഓഫീസിൽ കൈപ്പറ്റാനുള്ള ഒരു അവസരം വേണം സർ. RC ബുക്ക്, ലൈസൻസ് എന്നിവ പ്രിന്റ് ചെയ്യുന്നതിന് സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും 200 രൂപ വാങ്ങുന്നുണ്ട് സർ. ഈ 200 രൂപയ്ക്ക് 20 രൂപ പോലും വിലയില്ലാത്ത ഒരു നിലവാരവുമില്ലാത്ത പ്ലാസ്റ്റിക് കാർഡാണ് സർ ഇപ്പോൾ അടിച്ചടിച്ച് നൽകുന്നത്. ഈ ഏജൻസിക്ക് 60 രൂപയാണ് സർ സർക്കാർ നൽകുന്നത്. 20-25 രൂപയുടെ കാർഡ് ഇഷ്യൂ ചെയ്ത് ലാഭമായി ഏകദേശം 40 രൂപയോളം ഈ ഏജൻസിക്ക് കിട്ടുന്നുണ്ടെന്ന് സർ. ഒരു ദിവസം ശരാശരി 25,000 മുതൽ 30,000 വരെ RC ബുക്ക്, ലൈസൻസ് അച്ചടിക്കുന്നത് കൊണ്ട് ഒരു ദിവസത്തെ പ്രവർത്തന ലാഭം ഏകദേശം 10 ലക്ഷം രൂപയാണ് സർ. നിലവാരമില്ലാത്ത ഈ പ്രിന്റിംഗ് ഒന്ന് പുനഃപരിശോധിക്കണം സർ. തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിലെത്താനും കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ പോകുന്നതിനും സ്കൂൾ ബസ്സുകൾ പോലും വലിയ ഗതാഗതക്കുരുക്കിൽപ്പെടുകയാണ് സർ. എൻ്റെ മണ്ഡലത്തിൽ വൈറ്റില, ഇടപ്പള്ളി, തമ്മനം, പാലാരിവട്ടം, പൈപ്പ് ലൈൻ ജംഗ്ഷൻ വഴി ജഡ്ജിമുക്ക് എന്നിവിടങ്ങളിലൊക്കെ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് സാർ. എല്ലായിടങ്ങളിലും മന്ത്രി നേരിട്ട് ചെന്ന് പ്രശ്നം പരിഹാരം കാണുന്നത് പോലെ എൻ്റെ മണ്ഡലത്തിൽ കൂടി വന്ന് ഒന്ന് നേരിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും ഈ പ്രശ്നം പരിഹരിക്കാനും
നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സർ. തുതിയൂർ, ആറാട്ടുകടവ് എന്നിവിടങ്ങളിൽ ബോട്ട് ജെട്ടികളുണ്ട്. ഇവിടെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചതോടെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകൾ ഇവിടെ നിർത്താറില്ല. വാട്ടർ മെട്രോയ്ക്ക് സ്റ്റോപ്പുമില്ല. അതോടെ ജനങ്ങൾ ദുരിതത്തിലായി സർ. ഇതിനൊരു പരിഹാരം കാണണം സർ. മെട്രോയ്ക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കാനും അതോടൊപ്പം തന്നെ ജലഗതാഗത വകുപ്പിൻ്റെ സർവീസുകൾ കൂടി പുനരാരംഭിക്കാനും ഒരു നടപടി ഉണ്ടാകണം സാർ. KSRTCയുടെ നിലവിലുണ്ടായിരുന്ന പല ബസ് സർവീസുകളും ഇപ്പോൾ നിർത്തലാക്കി സാർ. തമ്മനം വഴി വൈക്കത്ത് പോയിരുന്ന ബസ്സും ജഡ്ജിമുക്കിലൂടെ NGO ക്വാർട്ടേഴ്സിൽ വഴി പോയിരുന്ന ബസ്സുമൊക്കെ ഉദാഹരണങ്ങളാണ് സാർ. മുൻ MLA PT തോമസ് ഇടുക്കിയിലെ ഉപ്പുതോടിൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു ബസ് അനുവദിച്ചിരുന്നു സർ. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നിട്ടും ഇപ്പോൾ അത് മുടങ്ങിയിരിക്കുകയാണ് സർ. സംസ്ഥാനത്ത് 590 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന തീരദേശ മേഖലയിൽ ജീവിക്കുന്ന ഏതാണ്ട് 1.5 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് സർ. ട്രോളിംഗ് നിരോധന കാലത്തെ സർക്കാർ മുന്നറിയിപ്പ് കാരണം കടലിൽ പോകാൻ സാധിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനത്തിനായി ധനസഹായം നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗമായവർക്ക് മാത്രം നാമമാത്രമായ ആനുകൂല്യങ്ങളാണ് സർ നൽകുന്നത്. സർ, എല്ലാ കാലവർഷ സമയത്തുമുള്ള അതിരൂക്ഷമായ കടലാക്രമണ ഭീഷണി തടയുന്നത് ശാസ്ത്രീയമായ പഠനം നടത്തി പരിഹാരം കണ്ടെത്താൻ സാധിക്കണം സർ. കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് ഇടയ്ക്കിടെ നൽകുന്നു. ഇത് ഇവരുടെ ജീവനും മത്സ്യബന്ധനങ്ങൾക്കും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ചും കുറച്ചാളുകളെങ്കിലും മത്സ്യബന്ധത്തിനായി കടലിൽ പോകുന്നുണ്ട്. ഇതിന് കാരണം അവർക്ക് അന്നുള്ള അന്നത്തിന് വക കണ്ടെത്തുക എന്നുള്ളതിനാണ് സർ. ഈ മുന്നറിയിപ്പ് അവഗണിച്ച് കടലിൽ പോകുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നില്ല. ഇതിന് പരിഹാരമായി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കെങ്കിലും ആഹാരം ഉൾപ്പെടെയുള്ള അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഒരു നിശ്ചിത തുക വീതം നൽകുന്നതിന് നടപടി ഉണ്ടാകണം സർ. സംസ്ഥാനത്തെ പദ്ധതി വീതത്തിൽ പിന്നോക്കക്കാർക്ക് സ്പെഷ്യൽ കമ്പണന്റ് പ്ലാൻ, ട്രൈബൽ സബ് പ്ലാൻ എന്നിങ്ങനെ ഘടക പദ്ധതികളുണ്ട്. അതായത് പ്ലാനിൻ്റെ നിശ്ചിത വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ഇതേപോലെ പദ്ധതി വിഹിതത്തിൽ നിശ്ചിത വിഹിതം മാറ്റിവെക്കുന്നത് ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകും സർ. ഒരിക്കൽ കൂടി ഈ ഒരിക്കലും സാധ്യമാകാത്ത ഈ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർത്തുകൊണ്ട് നിർത്തുന്നു.